നമസ്കാരം. മതങ്ങളുടെ ഏകതയെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വർത്തമാനം. അങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇന്ന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ അത് എന്നും സംസാരിക്കാവുന്ന വിഷയമാണല്ലോ. മനുഷ്യനോളം പഴക്കമുണ്ട് മതങ്ങൾക്ക്. മതങ്ങളുടെ ഏകതയെക്കുറിച്ച് സംസാരിക്കാൻ ലോകത്തിൽ എന്നും എല്ലായിടത്തും എല്ലാ കാലത്തും പ്രസക്തിയുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയിലാണെങ്കിൽ ഇന്ന് അത് എന്നത്തേക്കാളും പ്രസക്തിയുള്ള വിഷയവുമാണ്. ഇപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ വിഷയത്തെ ഓർക്കാനുള്ളൊരു കാര്യം, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ചു വെച്ചൊരു പുസ്തകം ഒരിക്കൽ കൂടി എൻ്റെ കയ്യിൽ തടഞ്ഞു. ആ പുസ്തകം 10-50 കൊല്ലം മുമ്പെങ്കിലും എഴുതപ്പെട്ടൊരു പുസ്തകമാണ്. പക്ഷേ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയ്ക്ക് വരേണ്ടിയിരുന്ന പുസ്തകമാണ്. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ സമൂഹം ഇപ്പോഴും അത്തരം പുസ്തകങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല. ആ പുസ്തകത്തിൻ്റെ പേര് ദ ലൈറ്റ് ഓഫ് റിലീജിയസ് യൂണിറ്റി ബേസ്ഡ് ഓൺ വേദാസ് ആൻഡ് പുരാണാസ് എന്നാണ്. വേദങ്ങളെയും പുരാണങ്ങളെയും അടിസ്ഥാനമാക്കി മതങ്ങളുടെ ഏകതയുടെ വെളിച്ചം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. പുസ്തകം എഴുതിയത് ഇന്ത്യയിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന വിഖ്യാതനായ ഒരു സംസ്കൃത പണ്ഡിതനാണ്, വേദപണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ നേർക്കുനേരെയുള്ള പേര് പണ്ഡിറ്റ് വേദപ്രകാശ് എന്നാണ്. അദ്ദേഹം യൂണിവേഴ്സിറ്റി പ്രൊഫസർ ആയതുകൊണ്ട്, അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ഉള്ളതുകൊണ്ട്, അത് വേദങ്ങളിൽ ആഴത്തിൽ പഠനം നടത്തിയ ഗവേഷണ ഗ്രന്ഥങ്ങൾ അനവധി രചിച്ചിട്ടുള്ളതുകൊണ്ട് അദ്ദേഹത്തെ വിളിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് ഡോക്ടർ വേദപ്രകാശ് ഉപാധ്യായ എന്നാണ്. അദ്ദേഹം ജീവിക്കുന്നത് ഉത്തർപ്രദേശിലാണെന്ന് ഓർക്കണം. ഉത്തർപ്രദേശ് നമുക്ക് നമ്മുടെ സംസ്കാരത്തിൻ്റെയും ഭാരതീയ തത്വചിന്തയുടെയും ഭാരതീയ ആത്മീയതയുടെയും ഒക്കെ കളിത്തട്ടാണ് ഉത്തർപ്രദേശ്. അയോധ്യയുടെ മണ്ണാണത്, കാശിയുടെ മണ്ണാണത്, ഉത്തര മധുരയുടെ മണ്ണാണത് എല്ലാ അർത്ഥത്തിലും. അപ്പോൾ ഉത്തർപ്രദേശിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരു വേദപണ്ഡിതൻ്റെ വിഖ്യാതമായ പുസ്തകം ഇപ്പോഴും എന്തുകൊണ്ടാണ് നമ്മുടെ പൊതുസമൂഹം ചർച്ചയ്ക്കെടുക്കാത്തത്? നമ്മുടെ ബുദ്ധിജീവി സമൂഹം, അക്കാഡമിക് സമൂഹം എന്തുകൊണ്ടാണ് ആ വിഷയത്തിലേക്ക് നമ്മുടെ ചർച്ചയുടെ മുഖം തിരിക്കാത്തത് എന്ന ഒരു ശങ്ക തീർച്ചയായിട്ടും ഒരു ഉത്കണ്ഠയായി എന്നെ നയിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം എന്താണ്? അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആശയം ഇതാണ്: വേദങ്ങളുടെ വെളിച്ചത്തിൽ തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇതര മതങ്ങളെ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ന്യൂനപക്ഷ മതങ്ങളെ, ഇസ്ലാമിനെ, ക്രിസ്ത്യാനിറ്റിയെ ഒക്കെ ഹിന്ദു വേദങ്ങൾ വെച്ച് തന്നെ ഈ ഹൈന്ദവ സംസ്കാരത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഭാഗമാണ് ഇസ്ലാമും, ഹൈന്ദവ സംസ്കാരത്തിൻ്റെ തന്നെ ഭാഗമാണ് ക്രിസ്ത്യാനിറ്റിയും എന്ന് സ്ഥാപിക്കാൻ സാധിക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ. അദ്ദേഹം എഴുതിയിട്ടുള്ള പ്രധാനപ്പെട്ട ടൈറ്റിൽസ് കണ്ടാൽ അത് മനസ്സിലാവും. അദ്ദേഹം എഴുതിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു തലക്കെട്ട് മുഹമ്മദ് ഇൻ ദി ഹിന്ദു സ്ക്രിപ്ചർ എന്നാണ്. 1. 2, അദ്ദേഹത്തിൻ്റെ പുസ്തകം ജീസസ് ഇൻ വേദാസ് എന്നാണ്. എന്നുവെച്ചാൽ പ്രവാചകനായ മുഹമ്മദ് നബിയും പ്രവാചകനായ യേശു ക്രിസ്തുവും നമ്മുടെ വേദങ്ങളുടെ ഭാഗമായി, വേദങ്ങളിൽ ധാരാളമായി തെളിഞ്ഞു നിൽക്കുന്ന പ്രവാചകന്മാരാണ് എന്ന് തെളിയിക്കുന്ന പുസ്തകങ്ങളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകത്തിലൂടെ ഒന്ന് കണ്ണോടിച്ചു പോകാനാണ് ഞാൻ. മറ്റൊന്നുമല്ല, വല്ലാതെ നമ്മൾ അവഗണിച്ചൊരു വിഷയത്തിലേക്ക് മലയാളത്തിൻ്റെ ശ്രദ്ധയെ കൊണ്ടുവരാൻ മാത്രമാണ് ഞാൻ ഈ സമയം വിനിയോഗിക്കുന്നത്. ആ പുസ്തകത്തിൻ്റെ പേര് കൽക്കി അവതാർ ആൻഡ് മുഹമ്മദ് എന്നാണ്. കൽക്കി അവതാരം എന്ന് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ, ഭാരതീയ തത്വചിന്ത പ്രകാരം, ഭാരതീയ വിശ്വാസപ്രകാരം മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളിൽ അവസാനത്തെ അവതാരമാണ് കൽക്കി എന്ന് നമുക്കറിയാം. അവതാരങ്ങളുടെ എണ്ണത്തിൽ പോലും തർക്കങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഈ പുരാണങ്ങളെക്കുറിച്ച്, ഇതിഹാസങ്ങളെക്കുറിച്ച്, നമ്മുടെ ഐതിഹ്യങ്ങളെക്കുറിച്ച് ഒക്കെ തന്നെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളും ഓരോരോ പണ്ഡിതന്മാർക്കനുസരിച്ച്, ഗ്രന്ഥങ്ങൾക്കനുസരിച്ച് കാലാനുസൃതമായിട്ടൊക്കെയുള്ള വിയോജിപ്പുകളും ഒക്കെ ഉണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ നിലവിലുള്ള പരക്കെ വിശ്വസിക്കപ്പെടുന്നത് ദശാവതാരങ്ങൾ എന്നാണ് പറയുന്നത്. മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങൾ: 1 മത്സ്യം, 2 കൂർമ്മം, 3 വരാഹം, 4 നരസിംഹം, 5 വാമനൻ, 6 പരശുരാമൻ, 7 ശ്രീരാമൻ, 8 ബലരാമൻ, 9 ശ്രീകൃഷ്ണൻ, 10 കൽക്കി. 10ാമത്തെ അവതാരമാണ്. ഇങ്ങനെ യുഗയുഗങ്ങളായി അവതരിച്ചു വരുന്ന, പക്ഷേ ചില ചർച്ചകളിൽ, ചില സ്ക്രിപ്റ്റുകളിലൊക്കെ, ചില ഗ്രന്ഥങ്ങളിലൊക്കെ ഈ ബലരാമന് പകരം ശ്രീബുദ്ധൻ വരാറുണ്ട്. ശ്രീബുദ്ധൻ ഉള്ളിടത്ത് ബലരാമനില്ല, ബലരാമൻ ഉള്ളിടത്ത് ശ്രീബുദ്ധനില്ല. അങ്ങനെ ബലരാമനും ശ്രീബുദ്ധനും പരസ്പരം വെച്ചുമാറിയിട്ട് ദശാവതാരങ്ങളെ അവതരിപ്പിക്കുന്ന ലേഖനങ്ങൾ, ഗ്രന്ഥങ്ങളൊക്കെ ഞാൻ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. ചിലയിടത്ത് ഈ രണ്ടുപേരെയും ചേർത്ത് 11 അവതരിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ജയദേവൻ്റെ ഗീതാഗോവിന്ദത്തിൽ ദശാവതാരങ്ങളല്ല, ശരിക്കും പറഞ്ഞാൽ 10 അവതാരങ്ങളല്ല, 11 അവതാരങ്ങളുണ്ട്. ഗീതാഗോവിന്ദകാരൻ അല്ലെങ്കിൽ ജയദേവൻ കൽപ്പിച്ചിരിക്കുന്നത്, അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: കൃഷ്ണൻ 9ാമത്തെ അവതാരമാണല്ലോ. 9ാമത്തെ അവതാരമായി നമ്മൾ കണക്കാക്കുന്ന കൃഷ്ണൻ മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണ അവതാരമാണ്. പൂർണ്ണ അവതാരത്തെ വേറിട്ട് നിർത്തണം. പൂർണ്ണാവതാരം കൂടാതെ 10 അവതാരങ്ങളുണ്ട്. അങ്ങനെ വരുമ്പോൾ കൃഷ്ണൻ ഉൾപ്പെടെ 11 അവതാരങ്ങളുണ്ട് എന്നാണ് ഗീതാഗോവിന്ദകാരൻ പറയുന്നത്. മറ്റു ചില ഗ്രന്ഥങ്ങളിൽ, ഉദാഹരണത്തിന് ഭാഗവത പുരാണത്തിൽ
ഈ അവതാരങ്ങളുടെ എണ്ണം 10ഉം 15ഉം ഒന്നുമല്ല, 24 അവതാരങ്ങളുണ്ട്. മഹാവിഷ്ണുവിന് 24 കാലങ്ങളിലായി 24 അവതാരങ്ങളുണ്ട് എന്നാണ് ഭാഗവത പുരാണം പറയുന്നത്. ഞാൻ പറഞ്ഞത് ഈ പുരാണങ്ങളെക്കുറിച്ച്, ഈ അവതാരങ്ങളെക്കുറിച്ചൊക്കെയുള്ള എണ്ണത്തിൽ പോലും തർക്കങ്ങൾ ഉണ്ടാവാം. പക്ഷേ ഒരു തർക്കം, എല്ലാവരും തർക്കിക്കാത്തൊരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം, കൽക്കി തീർച്ചയായിട്ടും അവസാനത്തെ അവതാരമായി. ഈ മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളിൽ അവസാനത്തേതായി കൽക്കി ഭഗവാൻ അല്ലെങ്കിൽ കൽക്കി എന്ന അവതാരത്തെ എല്ലാ ഗ്രന്ഥങ്ങളും സ്ഥാപിക്കുന്നുണ്ട്, എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. ഈ ഡോക്ടർ വേദപ്രകാശ് ഉപാധ്യായ അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മമായ ഒരു പഠനത്തിലൂടെ അദ്ദേഹം പുറത്തു കൊണ്ടുവന്നത് ആരാണ് കൽക്കി? കൽക്കി അവതാരം മറ്റാരുമല്ല, മുസ്ലിങ്ങൾ അന്ത്യപ്രവാചകനാണെന്ന് വിശ്വസിക്കുന്ന 1,24,000 പ്രവാചകന്മാരുള്ള ഒരു പരമ്പരയുടെ അന്ത്യപ്രവാചകനാണ് മുഹമ്മദ് നബി എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങളിൽ മഹാഭൂരിപക്ഷവും. അഹമ്മദിയ മുസ്ലിങ്ങൾ മാത്രമാണ് മുഹമ്മദ് നബിക്ക് ശേഷവും മറ്റൊരു അവധൂതനുണ്ട്, ഒരു ദൈവദൂതനുണ്ട്, അത് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനിയാണ്. ഞാൻ പറഞ്ഞ അവിടെയും തർക്കങ്ങളുണ്ട്. അവസാനത്തെ ആള് മുഹമ്മദ് നബി അല്ല എന്ന് തർക്കിക്കുന്നവരും ഇസ്ലാമിനകത്തുണ്ട്. ഇത് ഉണ്ടാവാം തീർച്ചയായിട്ടും. അപ്പോൾ ഇവിടെ ഞാൻ അന്വേഷിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തെ മുൻനിർത്തി, കൽക്കി അവതാർ ആൻഡ് മുഹമ്മദ് എന്ന പുസ്തകത്തെ മുൻനിർത്തിയിട്ട് ഈ ഡോക്ടർ വേദപ്രകാശ് ഉപാധ്യായ ചൂണ്ടിക്കാണിക്കുന്നത് കൽക്കി അവതാരം മുഹമ്മദ് നബി തന്നെയാണ്. ദശാവതാരങ്ങളിൽ അവസാനത്തെ അവതാരമാണ് കൽക്കി ഭഗവാനെങ്കിൽ പ്രവാചകന്മാരിൽ അവസാനത്തെ ആൾ മുഹമ്മദ് നബി എന്ന് പറഞ്ഞാൽ ഇസ്ലാമും ഹിന്ദു ധർമ്മവും തമ്മിലുള്ള ഒരു ഏകതയുടെ ദാർശനികമായ ഒരു തലത്തിലേക്ക് നമ്മുടെ വിശ്വാസികളെയും വായനക്കാരെയും പൊതുസമൂഹത്തെയും കൊണ്ടുപോകുന്ന ഗ്രന്ഥമാണത്. ഞാൻ ഈ സമയത്ത് അദ്ദേഹം എന്തൊക്കെയാണ് കൽക്കിയും മുഹമ്മദ് നബിയും തമ്മിലുള്ള, കൽക്കി അവതാരവും മുഹമ്മദ് നബിയും തമ്മിലുള്ള സാമ്യങ്ങളായി പ്രധാനപ്പെട്ട 20 പോയിന്റുകൾ അദ്ദേഹം ഉയർത്തി കാണിക്കുന്നുണ്ട്. ആ പോയിന്റുകൾ ഏതാണ് എന്ന് ഒന്ന് ഓടിച്ച് പരിശോധിക്കുക മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ, മറ്റൊന്നിനുമല്ല. താല്പര്യമുള്ളവർക്ക് വല്ലപ്പോഴും ഈ പുസ്തകം ഇപ്പോഴും അവൈലബിൾ ആണ്. ഈ പുസ്തകം ഒന്ന് എടുത്തു നോക്കിയിട്ട് ഇതിനകത്ത് ഇത്തരത്തിലൊരു ഏകതയുടെ സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കണം എന്ന് ആവശ്യപ്പെടാൻ വേണ്ടി മാത്രമാണ്. ഇദ്ദേഹം പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇദ്ദേഹം ആമുഖത്തിൽ പറയുന്നുണ്ട്, എല്ലാ പുരാണങ്ങളും എല്ലാ വേദങ്ങളും എല്ലാ പുരാണങ്ങളും, പ്രത്യേകിച്ച് കൽക്കി പുരാണം, വിഷ്ണു പുരാണം, ഭാഗവത പുരാണം, ബ്രഹ്മാണ്ഡ പുരാണം തുടങ്ങിയിട്ടുള്ള പുരാണങ്ങളൊക്കെയും 4 വേദങ്ങളും വളരെ സൂക്ഷ്മമായി പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ നിഗമനങ്ങളിൽ എത്തിച്ചേർന്നത്. നിഗമനം മറ്റൊന്നുമല്ല, കൽക്കി ഭഗവാൻ എന്നാൽ മുഹമ്മദ് നബി തന്നെയാണ്. അതിന് തെളിവായി അദ്ദേഹം ഉദ്ധരിക്കുന്ന പ്രധാനപ്പെട്ട 20 പോയിന്റുകളുണ്ട്. ആ പോയിന്റുകളിലൂടെ ഒന്ന് ഓടിച്ചു പോകുന്നു. ഒന്ന്, കൽക്കിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അദ്ദേഹം അന്ധകാരത്തെ അകറ്റുന്നു എന്നതാണ്. തമസോമ ജ്യോതിർഗമയ എന്ന ഒരു പ്രയോഗം ഉണ്ടല്ലോ. അപ്പോൾ വെളിച്ചം കൊണ്ടുവരുന്നവനാണ്. മുഹമ്മദ് നബിയുടെ സന്ദേശവും അതാണ്. അള്ളാഹു നൂറു സമാവാത്തി വല്ലാർ, ആകാശഭൂമികളുടെ പ്രകാശമാണ്, അല്ലെങ്കിൽ ചൈതന്യമാണ് അള്ളാഹു, അല്ലെങ്കിൽ ദൈവം എന്ന സങ്കല്പം. അതുകൊണ്ട് ഈ അന്ധകാരവുമായി ബന്ധപ്പെട്ട ഇരുട്ടിനെ അകറ്റി വെളിച്ചം വരുത്തുന്ന ഒരു സന്ദേശം ആണ് കൽക്കി ഭഗവാന്റേതും മുഹമ്മദ് നബിയുടേതുമാണ്. അത് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ രണ്ടുപേരുടെയും ചെറുപ്പത്തിൽ അശ്വാഭ്യാസികളാണ്. അശ്വാഭ്യാസിയാണ് കൽക്കി. എന്നാൽ മുഹമ്മദ് നബിയും കുതിരസവാരിക്കാരനായിരുന്നുവെന്നും കുതിരയോട്ട മത്സരം സംഘടിപ്പിച്ചിരുന്നുവെന്നും പ്രബലമായ വിശ്വസനീയമായ ഹദീസുകളിൽ നിന്ന് മുഹമ്മദ് നബിയുടെ ചരിത്രവും പറയുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം, വാൾപ്പയറ്റിൽ വിദഗ്ധനായിരുന്നു കൽക്കി എന്ന് പുരാണങ്ങളിൽ പറയുന്നു. അതേസമയത്ത് വാൾപ്പയറ്റിൽ വിദഗ്ധനായിരുന്നു പ്രവാചകനെന്നും വാൾപ്പയറ്റും അമ്പെയ്ത്തും അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട വിനോദങ്ങളായിരുന്നുവെന്ന് മുഹമ്മദ് നബിയെക്കുറിച്ചുള്ള വിശ്വസനീയമായ ഹദീസുകളിലും സഹീഹ് ബുഖാരി ഉൾപ്പെടെയുള്ള ഹദീസുകളിൽ കാണുന്നുണ്ട്. 4, രണ്ടുപേരുടെ ഇപ്പോൾ കൽക്കിയുടെ ജന്മദേശം സംബാൽ എന്ന ദ്വീപാണ്, അത് അറേബ്യയിലാണ് എന്ന് പുരാണങ്ങളെ മുൻനിർത്തി അദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും മുഹമ്മദ് നബിയുടെ ജന്മദേശം അറേബ്യയാണ്, ദ്വീപാണ് താനും. നമുക്കത് വളരെ കൃത്യമായിട്ട് ബോധ്യമുണ്ട്. 5ാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് അദ്ദേഹം പറയുന്നത് അതിസുന്ദരനായിരുന്നു കൽക്കി. എന്നാൽ പ്രവാചകനെക്കുറിച്ച് മുഹമ്മദ് നബിയെക്കുറിച്ചുള്ള ജീവചരിത്രങ്ങളിലും ആധികാരികമായി പറയുന്ന കാര്യം, മുഹമ്മദ് നബി അക്കാലത്തെ അറേബ്യയിലെ ഏറ്റവും സുന്ദരനായിരുന്നു. ജമീൽ എന്ന വാക്കുകൊണ്ടാണ് മുഹമ്മദ് നബിയെ വിശേഷിപ്പിക്കുന്നത്. അതാണ് മറ്റൊന്ന്. 6ാമത്തെ ഒരു പ്രത്യേകത, സത്യസന്ധൻ എന്ന പേരിൽ വിഖ്യാതനായിരുന്നു ചെറുപ്പത്തിൽ തന്നെ കൽക്കി. മുഹമ്മദ് നബിയെക്കുറിച്ചും എല്ലാവർക്കും അറിയാവുന്ന പേരാണ്. മുഹമ്മദ് നബിയെ എല്ലാവരും, അറേബ്യ മുഴുവൻ, മക്ക ദേശക്കാർ മുഴുവൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് അൽ അമീൻ എന്നാണ്. അൽ അമീൻ എന്ന അർത്ഥം സത്യസന്ധനാണ്, കള്ളം പറയാത്തവൻ, കള്ളം ചെയ്യാത്തവൻ എന്ന അർത്ഥത്തിലാണ്. അത് രണ്ടുപേർക്കും ഒരുപോലെ ബാധകമാണ് എന്ന് അദ്ദേഹം പറയുന്നു. 7ാമത്തെ പോയിന്റായിട്ട് പ്രധാനപ്പെട്ട ചില സൂചനകൾ അദ്ദേഹം പറയുന്നുണ്ട്. കൽക്കി ഭഗവാന്റെ പിതാവ് വിഷ്ണു ഭഗത്താണ്. വിഷ്ണു ഭഗത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ അടിമ എന്നാണ്. മുഹമ്മദ് നബിയുടെ പിതാവിൻ്റെ പേര് അറബിയിലാണെന്നേ ഉള്ളൂ, അബ്ദുള്ള എന്നാണ് അർത്ഥം.
അബ്ദുള്ള എന്ന അറബി വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ അടിമ എന്ന് തന്നെയാണ്. അതാണ് അപാരമായൊരു സാമ്യമാണത്. അതുപോലെ തന്നെയാണ് കൽക്കി ഭഗവാന്റെ അമ്മയുടെ പേര്, മാതാവിൻ്റെ പേര് സുമാനി എന്നാണ്. സുമാനി എന്ന വാക്കിന് സമാധാനം എന്നാണ് അർത്ഥം. ഏതാണ്ട് സമാനമായ അർത്ഥമാണ് പ്രവാചകൻ്റെ അമ്മയായ ആമിന ബീവിക്കുള്ളത്. ആമിന എന്ന വാക്കിൻ്റെ അർത്ഥം റിലയബിൾ ആണ്, വിശ്വസ്തയാണ്, വിശ്വസിക്കാൻ കൊള്ളാവുന്ന, ഡിപ്പെൻഡ് ചെയ്യാവുന്ന എന്നൊക്കെയാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അതേ അർത്ഥത്തിലാണ്, സുമാനിക്ക് സമാനമായൊരു വാക്കാണ് ആമിന എന്ന് അദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് കൽക്കി ഭഗവാന്റെ ജനനത്തിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവ് മരിക്കുന്നു. മുഹമ്മദ് നബിയുടെ കാര്യത്തിൽ അത് സംഭവിക്കുന്നു. മുഹമ്മദ് നബി ജനിക്കുന്നതിന് മുമ്പേ അദ്ദേഹത്തിൻ്റെ പിതാവ് അബ്ദുള്ള മരിക്കുന്നു. 10ാമത്തെ പോയിന്റ്, അദ്ദേഹത്തിൻ്റെ ശൈശവത്തിൽ, കൽക്കിയുടെ കുട്ടിക്കാലത്ത് തന്നെ അമ്മ മരിക്കുന്നു, മാതാവ് മരിക്കുന്നു. പ്രവാചകനായ മുഹമ്മദ് നബിക്ക് 6 വയസ്സുള്ളപ്പോൾ അമ്മ ആമിന മരിക്കുന്നു. സമാനമായ ഒരുപാട് സൂചനകൾ. കൽക്കി ജനിക്കുന്നത് അക്കാലത്തെ മാസക്കണക്കിൽ 12-ാം തീയതിയാണ്. പ്രവാചകനായ മുഹമ്മദ് നബി പിറക്കുന്നത് അക്കാലത്തെ അറേബ്യൻ കലണ്ടർ അല്ലെങ്കിൽ മുസ്ലിം കലണ്ടർ പ്രകാരം, ഹിജ്റ കലണ്ടർ പ്രകാരം റബീഉൽ അവ്വൽ മാസം 12-നാണ്. ജന്മദിനം രണ്ടുപേർക്കും 12 എന്നത് ഒരു പൊതു പ്രത്യേകതയായി ഇദ്ദേഹം പറയുന്നുണ്ട്. ഉപാധ്യായ, നമ്മുടെ പണ്ഡിറ്റ് വേദപ്രകാശ് ഉപാധ്യായ പറയുന്നുണ്ട്. വേറൊന്ന്, അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കൽക്കി ഭഗവാന്റെ പ്രധാന ഭക്ഷണം ഈത്തപ്പഴവും ഒലീവുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത്ഭുതകരമാണത്. അറേബ്യയിലെ പ്രധാനപ്പെട്ട ഭക്ഷണമാണ്. മുഹമ്മദ് നബിയുടെയും പ്രധാനപ്പെട്ട ഭക്ഷണം ഈത്തപ്പഴവും ഒലീവെണ്ണയും ആയിരുന്നു. ഒലീവിൻ്റെ തീർച്ചയായിട്ടും അറേബ്യയിലെ ഒരു പ്രത്യേകതയാണത്. 13ാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ്, പർവ്വത ഗുഹയിൽ ദിവ്യ സന്ദേശം കിട്ടിയിരുന്നു. ആർക്ക്? കൽക്കി ഭഗവാന് കിട്ടിയിരുന്നു. കൃത്യമാണ്. മുഹമ്മദ് നബിക്ക് ആദ്യമായി ദിവ്യ സന്ദേശം കിട്ടുന്നത് ഹിറാ ഗുഹയിൽ തപസ്സിരിക്കുമ്പോഴാണ് എന്നത് വിഖ്യാതമായ ചരിത്രമാണ്. അക്കാര്യത്തിൽ രണ്ടുപേരും തമ്മിൽ കൃത്യമായ സാമ്യങ്ങളുണ്ട്. 14ാമത്തെ പോയിന്റ്, അദ്ദേഹം സാമ്പാലിൽ നിന്ന് കുടിയേറ്റം നടത്തിയിരുന്നു. ആര്? കൽക്കി. അദ്ദേഹത്തിൻ്റെ ജന്മനാടായ സാമ്പാലിൽ നിന്ന് അദ്ദേഹത്തിന് കുടിയേറ്റം നടത്തേണ്ടി വന്നു. നാട് വിട്ട്, സ്വന്തം നാടായ സാമ്പാല് വിട്ട് അന്യദേശത്തേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. പ്രവാചകന്റെ ജീവിതത്തിൽ എല്ലാവർക്കും അറിയാവുന്ന വിഖ്യാതമായ സംഭവമാണ് ഹിജ്റ. മക്ക എന്ന അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ നിന്ന് അദ്ദേഹം അഭയം തേടി മദീനയിലേക്ക് പോകേണ്ടി വന്നയാളാണ്. അക്കാര്യത്തിലും കൃത്യമായ സാമ്യമുണ്ട്. 15ാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ്, പിൽക്കാലത്ത് ഈ നാട് വിട്ടുപോയി കുടിയേറ്റക്കാരനായി അഭയാർത്ഥിയായി മറ്റൊരു നാട്ടിൽ താമസിക്കാൻ പോയയാൾ തിരിച്ചു വന്ന് ജന്മനാട് കീഴടക്കുന്നുണ്ട്. പ്രവാചകനായ മുഹമ്മദ് നബിയുടെ ജീവിതത്തിലും ഇത് തന്നെ സംഭവിച്ചു. അദ്ദേഹം മദീനയിൽ നിന്ന് വന്ന് മക്ക കീഴടക്കുന്ന, മക്കം ഫതഹ്, മക്ക വിജയം എന്നാണ് ആ പ്രയോഗത്തിൻ്റെ പേര്, അതും സംഭവിക്കുന്നുണ്ട്. 16ാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ്, ദുഷ്ടശക്തികളുമായുള്ള യുദ്ധത്തിൽ കൽക്കിക്ക് ദൈവസഹായം നേരിട്ട് കിട്ടുന്നുണ്ട്. അത്ഭുതകരമായൊരു സാമ്യമുണ്ട് അക്കാര്യത്തിൽ. ബദർ യുദ്ധത്തിൽ, പ്രധാനപ്പെട്ട യുദ്ധങ്ങളിലൊക്കെ തന്നെ, പ്രത്യേകിച്ച് ബദർ യുദ്ധത്തിൽ 1000-ലേറെ പേരുള്ള ശത്രു സൈന്യത്തോട് വെറും 313 പേരുള്ള ഒരു സൈന്യം പൊരുതിയിട്ട്, പ്രവാചകന്റെ സൈന്യം പൊരുതിയിട്ട് ജയിച്ചത് വളരെ പ്രത്യക്ഷമായി ദൈവസഹായം നേരിട്ട് യുദ്ധഭൂമിയിൽ കിട്ടിയത് കൊണ്ടാണ് എന്നാണ് പ്രവാചകന്റെ ചരിത്രത്തിൽ പറയുന്നത്. അതുകൊണ്ട് അക്കാര്യത്തിലും കൽക്കിയും പ്രവാചകനും തമ്മിൽ കൃത്യമായ ജീവിത സാമ്യങ്ങളുണ്ട്. 17ാമത്തെ പോയിന്റ്, ദൈവത്തിൽ നിന്ന് അതിവേഗമുള്ള ഒരു കുതിരയെ കിട്ടിയിരുന്നു. കൽക്കി ഭഗവാൻ അങ്ങനെ കിട്ടും. ഇതൊന്നും കൽക്കിയുടെ കാര്യത്തിൽ സംഭവിച്ചതല്ല, സംഭവിക്കാനിരിക്കുന്നതാണ്. കൽക്കിയുടെ കാര്യത്തിൽ ദൈവത്തിൽ നിന്ന് അതിവേഗ കുതിരയെ കിട്ടും എന്ന് പറയുന്നുണ്ട്. പ്രവാചകന് അതിവേഗമുള്ള ഒരു കുതിര, ചിറകുള്ള കുതിരയായി സങ്കല്പിക്കുന്ന ബുറാക്ക് എന്ന വാഹനം കിട്ടിയിരുന്നു. അതിൻ്റെ രൂപത്തെക്കുറിച്ച് ഒക്കെ തർക്കങ്ങളുണ്ട്. അതിൻ്റെ രൂപമാണോ അതല്ല അത് പ്രകാശവേഗത്തിൽ സഞ്ചരിച്ചതാണോ തുടങ്ങിയ എന്തായാലും ബുറാക്ക് എന്നൊരു സങ്കല്പം ഇസ്ലാമിക വിശ്വാസത്തിലുണ്ട്. അതാണ് മറ്റൊന്ന്. ആ കുതിരപ്പുറത്ത് അദ്ദേഹം 7 ആകാശങ്ങൾ താണ്ടും എന്ന് പുരാണങ്ങൾ പറയുന്നുണ്ട്. കൽക്കി ഭഗവാന്റെ അവതാരത്തിന് എത്രയോ മുമ്പാണല്ലോ വേദങ്ങൾ പിറക്കുന്നത്. അപ്പോൾ അവസാന അവതാരമായ കൽക്കി ഈ അതിവേഗം, ദൈവം കൊടുത്ത, ദൈവം സമ്മാനിച്ച അതിവേഗമുള്ള കുതിരപ്പുറത്ത് 7 ആകാശങ്ങൾ താണ്ടും എന്ന് പറയുന്നുണ്ട്. പ്രവാചകന്റെ ജീവിതത്തിൽ മിഅ്റാജ് എന്ന സംഭവമുണ്ട്, ആകാശയാത്ര. 7 ആകാശങ്ങൾ താണ്ടി നരകവും സ്വർഗവും കണ്ട് അദ്ദേഹം മടങ്ങി വരുന്നതായിട്ടാണ് പ്രവാചകനെ കുറിച്ചുള്ള വിശ്വാസം. പ്രവാചകന്റെ ഒരു ആത്മീയമായ ചരിത്രം അതാണ്. അതുകൊണ്ട് അക്കാര്യത്തിലും അപാരമായ സാമ്യമുണ്ട്. വേറൊന്ന്, ദേഹത്തിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത അതാണ്. ഇസ്ലാമിക വിശ്വാസത്തിലും അതുണ്ട്. കൽക്കിയെക്കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ദേഹത്തിൽ നിന്ന് സദാ സുഗന്ധം വമിക്കും എന്നാണ്. വമിക്കും എന്ന് കൽക്കിയെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രവാചകന്റെ ചരിത്രത്തിലും അത് പറയുന്നുണ്ട്. എപ്പോഴും സുഗന്ധപൂരിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ ശരീരം എന്ന് പറയുന്നുണ്ട്. 19ാമത്തെ പോയിന്റ്,
ഇദ്ദേഹത്തെ ജനങ്ങളാകെ ആദരപൂർവ്വം ജഗത്പതി എന്ന് വിളിക്കുന്നതാണ്. കൽക്കിയെക്കുറിച്ച് പറയുന്ന ജഗത്പതി എന്ന് പറഞ്ഞാൽ ലോക നേതാവ് എന്നാണ്. കൽക്കി ഭഗവാനെ ലോക നേതാവ് എന്ന് വിളിക്കും. എന്നാൽ പ്രവാചകനെക്കുറിച്ച് ഇതേ പേര് സയ്യിദുൽ ആലം എന്ന് അറബിയിൽ ആഗോള നേതാവ്, ലോകത്തിൻ്റെ നേതാവ് എന്ന് വിളിച്ചിരുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ ചരിത്രമാണ്. അവസാനത്തെ 20ാമത്തെ പോയിന്റ്, 8 വിശിഷ്ട ഗുണങ്ങൾ നിറഞ്ഞിരിക്കും കൽക്കിക്ക് എന്ന് വേദങ്ങൾ, പുരാണങ്ങൾ പറയുന്നുണ്ട്. ആ 8 വിശിഷ്ട ഗുണങ്ങൾ പ്രവാചകന്റെ ചരിത്രത്തിൽ അദ്ദേഹത്തെക്കുറിച്ചും പറയപ്പെട്ട ഗുണങ്ങളാണ്. 1 ധൈര്യം, 2 ആത്മനിയന്ത്രണം, 3 മിതഭാഷണം, 4 ദാനശീലം, 5 നന്ദി, 6 വിവേകം, 7 ദിവ്യബോധനം, 8 കുടുംബമഹിമ. ഇത്രയും ഗുണങ്ങൾ മുഹമ്മദ് നബിയുടെയും ഗുണങ്ങളായി പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണ് കൽക്കി ഭഗവാനും ഈ ഗുണങ്ങൾ ഉണ്ടായിരുന്നു. ലക്ഷണമൊത്ത വിശിഷ്ടമായ 8 ഗുണങ്ങൾ രണ്ടുപേർക്കും ഒരുപോലെ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്തരം അനേകം തെളിവുകൾ നിരത്തിയാണ് അദ്ദേഹം പറയുന്നത്. വേദപുരാണങ്ങളിൽ പറയുന്ന കൽക്കി ഭഗവാൻ 6ാം നൂറ്റാണ്ടിൽ അറേബ്യയിൽ ജനിച്ച് ലോകത്തിലാകെ വിഖ്യാതമായി അറിയപ്പെട്ട ഇസ്ലാമിക പ്രവാചകനായ മുഹമ്മദ് നബി ആയിരുന്നു എന്ന് അദ്ദേഹം സ്ഥാപിക്കുകയാണ്. ഒരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. വേദപുരാണങ്ങളെ മുൻനിർത്തി ഇസ്ലാമിനെയും ക്രിസ്തുമതത്തെയും ഒക്കെ ഹിന്ദു ധർമ്മത്തിൻ്റെ ഭാഗമായി അന്യത്വവും അപരത്വവും കൽപ്പിക്കാതെ ഹിന്ദു ധർമ്മത്തിൻ്റെ ഭാഗമായി സ്വീകരിക്കാൻ കഴിയുന്ന പഠനങ്ങൾ ഹിന്ദു പണ്ഡിതന്മാരുടെ, ഹൈന്ദവ പണ്ഡിതന്മാരുടെ, വേദപണ്ഡിതന്മാരുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. സമാനമായ ചിന്തകൾ മറ്റു മതങ്ങളിൽ നിന്നും വരുന്നുണ്ട്. ഇസ്ലാമികമായ അറിവ്, ഇസ്ലാമികമായ വിജ്ഞാനം വെച്ചുകൊണ്ട് തന്നെ, ഖുർആനും അനുബന്ധ പഠനങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് തന്നെ ഇന്ത്യൻ വേദങ്ങളൊക്കെയാണ് ആദി വേദങ്ങളെന്നും നമ്മുടെ പ്രവാചക പരമ്പരയിൽപ്പെട്ടവരാണ് ശ്രീബുദ്ധനും ശ്രീരാമനും എന്നും ഒക്കെ സ്ഥാപിക്കാൻ പണിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക പണ്ഡിതന്മാരുമുണ്ട്. സമാനമായ ഒരു മത ഏകതയെക്കുറിച്ച് സംസാരിക്കാൻ ശ്രമിക്കുന്ന ക്രിസ്ത്യൻ പണ്ഡിതന്മാരുമുണ്ട്. അതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള ഒരു ദൗത്യം വളരെ പ്രധാനമാണ്. അത് മതസാഹോദര്യമല്ല, മതസഹിഷ്ണുതയല്ല, മതസൗഹാർദ്ദമല്ല, മതങ്ങൾ തമ്മിലുള്ള സമത്വവുമല്ല, മറിച്ച് മതങ്ങളുടെ ഏകത്വമാണ്. സമത്വമല്ല, ഏകത്വമാണ് മതങ്ങൾ തമ്മിൽ വേണ്ടത്. എങ്കിൽ മാത്രമേ പരസ്പര ബഹുമാനത്തോടെ എല്ലാ മതവിശ്വാസികൾക്കും ജീവിച്ചു മരിക്കാവുന്ന ഒരു ലോകം പുലരുകയുള്ളൂ എന്ന സന്ദേശമാണ് പണ്ഡിറ്റ് വേദപ്രകാശ് ഉപാധ്യായ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളോട് പറഞ്ഞത്. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ദീർഘായുസ് നേരാം. തീർച്ചയായിട്ടും അദ്ദേഹം കൊളുത്തിവെച്ച ഈ ചിന്തയുടെ നാളമുണ്ടല്ലോ, അത് കഴിയുന്നത്ര പ്രകാശിപ്പിക്കാൻ നമുക്കും ശ്രമിക്കേണ്ട ഒരു കാലത്താണ്, ലോകത്താണ് നാം ജീവിക്കുന്നത് എന്ന് ഓർമ്മിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.